ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു സന്തോഷമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കുടുംബത്തിലേക്കൊരു കുഞ്ഞൊരു അതിഥിയും കൂടെ എത്തിയേക്കുകയാണ്. അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം നമ്മുടെ ഒരു ഫാമിലിയിൽ ഇങ്ങനെ കൂടി വരുവാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോഴും നമ്മുടെ കുടുംബത്തിലേക്കൊരു പെൺകുട്ടി ജനിച്ചേക്കുകയാണ്. അപ്പോൾ ചേട്ടന് ഒരു പെൺകുട്ടി ജനിച്ചേക്കുകയാണ്. അപ്പോൾ നമ്മുടെ സഞ്ജീവനി ഹോസ്പിറ്റലിലാണ് കൊല്ലകടവിൽ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഞാനും അമ്മയൊക്കെ അങ്ങോട്ടേക്ക് പോയേക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിശേഷവും കാര്യങ്ങളൊക്കെയാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ കുഞ്ഞാപ്പിയെ ഞാൻ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ ഡെലിവറി നടന്നത്. അപ്പം അത് വലിയൊരു കഥയാണ്. അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ ഒരു ഡെലിവറിയുടെ കേസിന് വരുന്നത് ഇപ്പം ചേച്ചിയുടെ ആണ്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ലിഫ്റ്റിൻ്റെ അവിടെ ചെന്നപ്പോൾ കുറേ ലിഫ്റ്റ് എന്തോ അവിടെ കേടെന്തോ ആയിരുന്നു. അങ്ങനെ പിന്നെ ഉള്ള ലിഫ്റ്റിൽ കയറിയിട്ട് നമ്മൾ 4ാമത്തെ നിലയിലേക്കാണ് പോയേക്കുന്നത്. അങ്ങനെ 4ാമത്തെ നിലയിൽ നമ്മൾ ചെന്ന് അങ്ങനെ റൂം നമ്പറൊക്കെ അവിടെ ചെന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ റൂമിൽ ചെന്ന് അപ്പം അമ്മയും കുഞ്ഞും നല്ല സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നുണ്ട്. അപ്പം അമ്മയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞ് നല്ല ഉറക്കമാണ്. അപ്പോൾ രാത്രിയിൽ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചിട്ട് പകൽ പുള്ളിക്കാരി കിടന്ന് ഭയങ്കര ഉറക്കമാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കുറേ സമയം അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഇപ്പം മാസ്കൊക്കെ നിർബന്ധമാണല്ലോ. അങ്ങനെ മാസ്കൊക്കെ വെച്ചിട്ടാണ് പോയത് തന്നെ. അങ്ങനെ പിന്നെ അവളെ പിന്നെ കുഞ്ഞിനെയും കാണാനായിട്ട് ഡോക്ടറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്തൊക്കെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞ് അവളെ പിന്നെ തിയേറ്ററിലോട്ട് കൊണ്ടുപോയേക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ മാത്രമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. അങ്ങനെ പിന്നെ കുഞ്ഞിൻ്റെ അടുത്ത് ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, ഇവളെന്താ എന്നെ ശല്യപ്പെടുത്തുന്നത് എന്നുള്ള രീതിയിൽ. പിന്നെ കുറച്ച് നേരം ഒന്ന് കരയുകയും മുഖം ചുളുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരി ഭയങ്കര ഉറക്കമായിരുന്നു നമ്മുടെ കയ്യിലിരുന്നിട്ട്. അപ്പോൾ സുന്ദരിക്കുട്ടിയുടെ അടുത്തൊന്നും നമുക്ക് പോരണമെന്നേ ഇല്ലായിരുന്നു. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പി കൊണ്ടുവന്നൊന്നുമില്ല, നേരെ തിരിച്ച് പിന്നെ നമ്മളിങ്ങ് പോരുവാണ് ചെയ്തത്. അങ്ങനെ പിന്നെ അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞാപ്പി ഇത് കാണാമെങ്കിൽ ഇനിയും കിടന്ന് കരയുകയും ചെയ്യും കുഞ്ഞാപ്പി കൊണ്ടുവരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.